ഹലോ ഗായ്സ്, നമ്മുടെ വെക്കേഷനൊക്കെ തീരാൻ പോവുകയല്ലേ. അപ്പോൾ ഇനിയും ട്രിപ്പ് പോകാത്തവർ വേഗം ഇങ്ങോട്ടേക്ക് പോന്നോളെ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി. എങ്ങോട്ടാണെന്നല്ലേ, അതുവഴിയേ പറയാം. വെളുപ്പിന് 2 മണിക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ബസ് വന്നു, ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പം ബസ്സിൽ വെളുപ്പിന് 2 മണിക്കല്ലേ പോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഞാൻ ഉറക്കമായി. സൈഡ് സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ രാവിലെ നേരം വെളുത്ത് കണ്ട കാഴ്ചകളൊക്കെ മനോഹര കാഴ്ചകളായിരുന്നു. അപ്പം അതിലൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആകാശമേഘങ്ങൾ താഴെ ഇറങ്ങി വന്നതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പം ഇത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്രയെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള വാഗമണിലോട്ടാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാഗമണിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ അത് ഏത് വെള്ളച്ചാട്ടമാണെന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ആരും പറയാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. ഇത് വാഗമണിലേക്ക് പോകുന്ന വഴിക്കുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആണ്. ഇനി ഞങ്ങൾ കട്ടപ്പനയെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തേയിലത്തോട്ടമൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. സൈഡിൽ കൂടെ ഇറങ്ങിയൊന്നും കണ്ടില്ല, സൈഡിൽ കൂടെ കണ്ടു. പിന്നെ ഞങ്ങൾ അടുത്ത് എത്തിയത് അഡ്വഞ്ചർ പാർക്കിലാണ്, വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ട്. അപ്പോൾ മണിമേട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കയറിയിരുന്ന് നമ്മൾ വാഗമണിൻ്റെ ഫുൾ വ്യൂ, അതായത് ടോട്ടൽ വ്യൂ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് അടിപൊളി കാഴ്ചയായിരുന്നു. കണ്ടോ, മലനിരകളൊക്കെ ഇങ്ങനെ വ്യത്യസ്ത നിറത്തിൽ ഇങ്ങനെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ഗ്ലാസ് ബ്രിഡ്ജിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 250 രൂപയാണ്. അപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മോൾ ഇത്തിരി പേടിച്ചായിരുന്നു. നമ്മൾ നേരെ നോക്കി നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ താഴോട്ട് നോക്കും. താഴോട്ട് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് പേടി തോന്നുന്നത്. പക്ഷേ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ നിന്ന് കാണുന്ന കാഴ്ച, ആ വ്യൂ ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കണ്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് മസ്റ്റായിട്ട് നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി ആക്ടിവിറ്റീസൊക്കെ കാണാൻ വേണ്ടി പോയി. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല. അപ്പം അവിടെ കയാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറാൻ വന്നപ്പോഴാണ് ഞങ്ങൾ പാരച്യൂട്ട് കണ്ടത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൽ എത്രയാണ് റേറ്റ് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ഒരു റൈഡിന് 4000 രൂപയാണ് അതിൽ പറയുന്നത്. പിന്നെ വിത്ത് വീഡിയോ ആണെങ്കിൽ 4500 രൂപയാണ്. അടുത്തായിട്ട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റിൽ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പം നല്ല കാഴ്ചകളായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഉച്ചയായി. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അടുത്തെത്തിയ സ്പോട്ട് തങ്ങൾപ്പാറ. ഈ പോയ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് തങ്ങൾപ്പാറ. അപ്പോൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയായിരുന്നു. അപ്പം മഴ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തങ്ങൾപ്പാറയിലെത്തുന്നത്. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഫുള്ള് അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. അപ്പം കണ്ട ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വഴിയാണ് ഞങ്ങളിങ്ങനെ കയറി പോകുന്നത്. അപ്പം ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങനെ സ്റ്റെപ്പ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരാണ് ആ ഫ്രണ്ടിൽ നിന്നൊക്കെ പോകുന്നത്. അപ്പം കണ്ട, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റൊക്കെ വീശുമ്പം ആ സൈഡിൽ ആ മഞ്ഞൊക്കെ മാറുന്നുണ്ട്. അപ്പം അപ്പോഴും നമുക്ക് ആ സൈഡിലെ വ്യൂസൊക്കെ കറക്റ്റായിട്ട് കാണാം. കണ്ടോ, ഇപ്പം വീഡിയോ ഇത് കാണുമ്പോൾ മനസ്സിലാവും, സൈഡിൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഒരു നല്ല പ്രത്യേക ഒരു വൈബാണ്, ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ കണ്ട എന്ത് റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. അപ്പം സൂക്ഷിച്ച് കയറിപ്പോയില്ലെങ്കിൽ പിന്നെ വഴുതുമെന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഈ പാറ കണ്ടാൽ നമുക്ക് തോന്നും വഴുതുമെന്ന്, പക്ഷേ അങ്ങനെ വഴുതലൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് കയറിപ്പോവാം, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കയറിപ്പോകണം. അവിടെയാണ് ടോപ്പിലെ വ്യൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് കയറി പോകാൻ സത്യം മടിയായിരുന്നു, കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. സൈഡിൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, ഒന്നും മാറും. പക്ഷേ ഇടയ്ക്കിടന്ന് ഒരു കാറ്റ് വന്ന് ഈ മഞ്ഞൊക്കെ അങ്ങ് മാറിപ്പോയപ്പോൾ, അപ്പോൾ അവിടെ നിന്നുള്ള ആ വ്യൂ എന്ന് പറയുമ്പം ഒരു വല്ലാത്തൊരിതാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മളിവിടെയൊക്കെ പൊന്മുടിയിലൊക്കെ എങ്ങനെ കാണില്ല, അതേ ഒരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ അവിടുത്തെ ഒരു കാഴ്ച ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ടോപ്പ് വ്യൂ ഒക്കെ കണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത് പോയ സ്പോട്ട് എന്ന് പറയുമ്പം മുട്ടക്കുന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സ്പോട്ട് മിസ്സാവും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത് ട്രാവൽ ചെയ്ത് ഒരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്ത് ഞങ്ങൾ പോയ സ്പോട്ട് പീരുമേട്, ഏറ്റവും ലാസ്റ്റ് സ്പോട്ടാണ് ഞങ്ങളുടെ ട്രിപ്പിലെ. അവിടെ നിന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് ട്രക്കിംഗ് ആയിരുന്നു. ഒരു ജീപ്പിലെ യാത്രയായിരുന്നു.
അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ മലയിൽ കൂടെയൊക്കെ ഇങ്ങനെ ആടിയൊക്കെ പോകുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ, ഞങ്ങൾ പോകുന്നതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വിളിയും ബഹളവും കാരണം പിന്നെ അതൊരു ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് ഞാൻ അതിടാത്തത്. അപ്പോൾ അടിപൊളി കാഴ്ചയാണ് സൈഡിൽ കൂടെയുള്ള കാഴ്ചകൾ. അപ്പോൾ അവർ ട്രക്കിങ്ങിൻ്റെ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. അപ്പം ഒരു ജീപ്പിൽ 10 പേർക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ പീരുമേട് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ട്രക്കിങ്ങിന് ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അവർ തന്നെ ഈ പീരുമേടിലുള്ള 4 or 5 സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അതവർ കാണിക്കും. ഫുൾ ഈ മല ഇത് തന്നെയാണ്, വ്യൂസ് തന്നെയാണ്. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങളുടെ വണ്ടിയിലുള്ള എല്ലാവരുമൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാനും വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ ജീപ്പ് ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്കൊരു പേടി പോലെയൊക്കെ മറിയോ ഇല്ലേ എന്നുള്ള ഒരു പേടി പോലെയൊക്കെ തോന്നും. അപ്പം അവിടെ നിന്ന് ആദ്യം പോയ സ്പോട്ടാണിത്. ഇങ്ങനെ ഓരോ സ്പോട്ട്സിൽ നമ്മൾ ഇറങ്ങും, ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, പിന്നെ അവിടെ നിന്ന് കയറും, അടുത്ത സ്പോട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ സ്പോട്ട്സും കണ്ട് തിരിച്ച് നമ്മൾ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ട് അവിടെ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കൊട്ടിക്കലാശം പോലെ, കാരണം ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചല്ലോ. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹൈ റേഞ്ച് ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയപ്പോഴത്തേക്കും വെളുപ്പിന് 2 മണിയായി. ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ.